പണപ്പെട്ടി വന്നു കഴിഞ്ഞാൽ ആരൊക്കെ എടുക്കും? എത്ര ലക്ഷം രൂപ കിട്ടിക്കഴിഞ്ഞാൽ എടുക്കും? എന്തായാലും ഒരു 10ന് മുകളിലോട്ട് വന്നു കഴിഞ്ഞാൽ വീട്ടുകാരൊക്കെ എടുക്കാൻ സാധ്യത ഉണ്ട്. എല്ലാവരും 2-3 പേരുടെ കാര്യം മാത്രം കേൾക്കാൻ പറ്റിയില്ല. അരുൺ ഉൾപ്പെടെ, മുത്തു ഉൾപ്പെടെ എല്ലാവരും പണപ്പെട്ടിയിൽ ഒരു 20 അടുപ്പിച്ച് വന്നു കഴിഞ്ഞാൽ എടുക്കാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. ഇത്തവണ പണപ്പെട്ടിക്ക് വേണ്ടിയിട്ടുള്ള ഒരു അടിയായിരിക്കും എന്നറിയില്ല. എനിക്ക് തോന്നുന്നത് പക്ഷെ കൂടുതലും പണപ്പെട്ടി എടുക്കാൻ ചാൻസ് വിശാലോ ജെഫ്രിയോ മഞ്ചരിയോ ഒക്കെ ആയിരിക്കും. ഇവർക്കാണ് ഭയങ്കര ബുദ്ധിമുട്ടുള്ളവർ. അപ്പം അവരായിരിക്കും എടുക്കാൻ സാധ്യത ഉള്ളതെന്ന് തോന്നുന്നു. പക്ഷെ മുത്തു വരെ പറയുന്നുണ്ട് 25 ലക്ഷമൊക്കെ വന്നു കഴിഞ്ഞാൽ എടുക്കും. പക്ഷേ 25 ലക്ഷം ഒന്നും വെക്കത്തില്ല. ഒരു മാക്സിമം കഴിഞ്ഞ തവണ 16 ലക്ഷം വെച്ചു. ചിലപ്പോൾ കൂടിപ്പോയാൽ ഒരു 20 വരെ കൂടിപ്പോയാൽ പറയാൻ പറ്റത്തില്ല. 16ഒക്കെ തന്നെ ഭയങ്കര കൂടുതലാണ്. കാരണം ഇത് വിന്നിങ് എമൗണ്ടിൽ നിന്ന് കുറയുന്ന സാധനമാണ്. ഇപ്പോൾ 16 ലക്ഷം വെച്ച് കഴിഞ്ഞാൽ 20 ലക്ഷം വെച്ച് കഴിഞ്ഞാലും ടോട്ടൽ പ്രൈസിൽ നിന്ന് ഇത്രയും കുറയും, എന്നിട്ടേ ബാക്കി കിട്ടത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതിനെക്കുറിച്ച് ഒരു പിടിയുമില്ല. പക്ഷെ നമ്മുടെ മലയാളം ബിഗ് ബോസിലും കഴിഞ്ഞാണ് തമിഴ് ബിഗ് ബോസിലൊന്നും അങ്ങനെ കുറച്ചിട്ടൊന്നും ഇല്ല കേട്ടോ. വിന്നിങ് പ്രൈസ് അതുപോലെ തന്നെ കൊടുത്തു. അത് കൂടാതെയാണ് ഈ പറയുന്ന മണി ബോക്സിലുള്ള സാധനങ്ങളും കൊടുത്ത് അതിൻ്റെ ഡിസ്കഷൻസ് തുടങ്ങി. പിന്നെ ഇന്നത്തെ പ്രധാന സംഭവം, നമ്മുടെ സീസൺ 7 തമിഴിലെ കണ്ടസ്റ്റന്റ് ആയിരുന്ന വിഷ്ണു വിജയ്, ടോപ്പ് 5 വിഷ്ണു വിജയ് വന്നിട്ടുണ്ട്. വിഷ്ണുവിനെ പ്രപ്പോസ് ചെയ്തിരിക്കുകയാണ് സൗന്ദര്യ. ഞാൻ പറഞ്ഞില്ല, ഇവരുടെ ഇടയിൽ എന്തോ ഒരു സംഭവം ഉണ്ടായിരുന്നു തുടക്കം മുതൽക്ക്. കഴിഞ്ഞ സീസണിന്റെ ഫിനാലെയൊക്കെ കാണാൻ സൗന്ദര്യ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ വിഷ്ണു ഇന്ന് വന്നു പ്രപ്പോസ് ഒക്കെ ചെയ്ത്. ഒരുവിധം വിഷ്ണുവിനാണെങ്കിൽ നോയും പറയാൻ വയ്യ, എസും പറയാൻ വയ്യ, ആ ഒരു രീതിയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് അർച്ചന രവിചന്ദ്രൻ വന്നു. ഞാൻ പ്രതീക്ഷിച്ചിരുന്ന പോലെ ഒരു പൊട്ടൽ നടന്നില്ല. അരുണിന് നെഗറ്റീവോ ആയില്ല. ഞാൻ പ്രതീക്ഷിച്ചിരുന്നു അർച്ചന വന്നിട്ട് എന്തെങ്കിലും വാ തുറന്നു കഴിഞ്ഞാൽ പ്രശ്നമാകും. പക്ഷെ അർച്ചന ഈ പുറത്തെ സോഷ്യൽ മീഡിയയിൽ കാണിക്കുന്ന വേലത്തരം അകത്ത് വന്നിട്ട് കാണിച്ചില്ല. അപ്പൊ അത് നന്നായിട്ട് എനിക്ക് ഫീൽ ചെയ്തോളൂ. കാരണം അകത്ത് വന്ന് വല്ലതും പറഞ്ഞിരുന്നെങ്കിൽ അത് അരുണിന് നെഗറ്റീവ് ആയേനെ. കുഴപ്പമില്ല. ഇപ്പൊ അരുണിന് നെഗറ്റീവ് ഒന്നും വേറെ കാര്യങ്ങളൊന്നുമില്ല. ഇന്നലത്തെ കുറച്ച് കമന്റ് ബോക്സുകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. എന്താണ് അരുൺ എന്താണ് അവിടെ ചെയ്തത്? അരുണിനെ ഒട്ടുമേ ഇഷ്ടമല്ലേ? സൗന്ദര്യം ഒട്ടുമേ ഇഷ്ടമല്ലേ? അൻഷിതയാണോ ഇഷ്ടം? മഞ്ചരിയാണോ ഇഷ്ടം എന്നൊക്കെ. എനിക്ക് എന്തുവാണ് ഇവരെയൊക്കെ ഇഷ്ടപ്പെട്ടിട്ട് ഇഷ്ടപ്പെടാതിരുന്നിട്ട് കിട്ടാനുള്ളത്? ഞാൻ ഇപ്പൊ തന്നെ നോക്കാം. അരുണിന്റെ സംഭവം ഉണ്ടെങ്കിൽ ഞാൻ അതുപോലെ തന്നെ പറയും. സൗന്ദര്യം പുറത്തുനിന്ന് PR പണി തന്നെയാണ് ചെയ്യുന്നത്. ഓരോ കണ്ടസ്റ്റന്റുകളെ പിടിച്ച് ഇയാൾ ഇങ്ങനെ പറഞ്ഞു, അയാൾ ഇങ്ങനെ പറഞ്ഞു പിടിച്ച് ട്വീറ്റ് ഇടുന്നു. അത് ഇഷ്ടപ്പെട്ട ആളകത്ത് നിൽക്കുകയാണെങ്കിൽ ഒരു മുൻ കണ്ടസ്റ്റന്റ് ആയിരുന്ന അർച്ചന അത് ചെയ്യാൻ പാടില്ലായിരുന്നു. പക്ഷെ അർച്ചന ഇന്ന് അകത്ത് പോയിട്ട് ഓക്കെ ഭയങ്കര പോസിറ്റീവ് വൈബ്സ് ആയിരുന്നു കൊടുത്തോണ്ടിരുന്നത്. പിന്നെ നമ്മുടെ മുത്തുവിന്റെ മഞ്ചരിയുടെ ഒരു ഫ്രണ്ട് പോയി ഭയങ്കര പോസിറ്റീവ് എനർജി കൊടുത്ത ഒരാൾ. പവിത്രയുടെ ഫ്രണ്ട് പോയി ആണ് ഇത്തിരി ഒന്ന് ഫയർ ആയത്. പിന്നെ വിശാലിന്റെ ഫ്രണ്ട് പോയിരുന്നു. പക്ഷെ അൻഷിതയുടെ ആരും വന്നില്ല. ഇന്നലെ ഞാൻ അറിഞ്ഞത് പ്രിയങ്ക വരും എന്നാണ്. സീസൺ 5 തമിഴിലെ റണ്ണറപ്പ് ആയിരുന്നു. പ്രിയങ്ക വരും എന്നാണ് അറിഞ്ഞത്. പക്ഷെ പ്രിയങ്ക വന്നില്ല. ഇനി നമുക്ക് നാളെ തന്നെ അറിയാം ആര് എവിക്റ്റ് ആവുന്നു. ഒരു പിടിയുമില്ല. നാളെ കണ്ട് തന്നെ അറിയണം. അപ്പം നമുക്ക് വൈകിപ്പിക്കേണ്ട, തുടങ്ങാം ഇന്നത്തെ ബിഗ് ബോസ് സീസൺ 8 തമിഴിൻ്റെ ഡേ 82 ഡിസംബർ 27 ഫുൾ എപ്പിസോഡ് റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യം കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമൻറ്റ് ചെയ്യണം. ഇതുപോലത്തെ ബിഗ് ബോസിൻ്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പം തന്നെ നമ്മുടെ പേജ് ഫോളോയും ചെയ്യണം. അപ്പോൾ ആദ്യം തന്നെ രാവിലെ എല്ലാവരും ഈച്ചടിച്ചൊക്കെ ഇരിക്കുമ്പോൾ പാട്ട് കേൾക്കുന്നു. ആ പാട്ടാണ് കേൾക്കുന്നത്. പവിത്രയുടെ ഫ്രണ്ട് ശ്യാമന്തയും വിശാലിന്റെ ഫ്രണ്ട് നേഹയുമാണ് വരുന്നത് മെയിൻ എൻട്രൻസിൽ കൂടി. ശ്യാമന്ത പവിത്രയെ വിളിച്ചുകൊണ്ട് പോകുന്നു. വിശാലിന്റെ ഫ്രണ്ട് നേഹ വിശാലിനെ വിളിച്ചുകൊണ്ട് പോകുന്നു. ശ്യാമന്ത പറഞ്ഞു, എന്താണ് പവിത്ര, നിനക്ക് ഇവിടെ വന്നിട്ട് എന്ത് പറ്റി, എന്താണ് പറ്റി? അപ്പൊ പവിത്ര പറഞ്ഞു, ഞാൻ ഇങ്ങനെയാണ്, ഞാൻ ഇതാണ്, എനിക്ക് അറിഞ്ഞുകൂടാ എന്താണ് ഞാൻ മാറ്റേണ്ടതെന്നുള്ള കാര്യം എനിക്കറിയില്ല. നേഹ ഇതേ സമയം വിശാലിനെ വിളിച്ചുകൊണ്ട് പോയിട്ട് അപ്പുറത്ത് പറയാണ്, ആദ്യത്തെ 4 വീക്ക് നീ സൂപ്പർ ആയിരുന്നു, നിന്റെ ക്യാപ്റ്റൻസി സൂപ്പർ ആയിരുന്നു, പക്ഷെ നീ പാർഷ്യാലിറ്റി കാണിച്ചിട്ടുണ്ട്, ബയസ്ഡ് ആണ്, അത് ശരിയാണ്. പിന്നെ നീ വിജയ് സേതുപതി നിന്നെ വാൺ ചെയ്തൊരു കേസ് ഉണ്ടല്ലോ, സൗന്ദര്യയുടെ കേസ്, നീ അവളുടെ അടുത്ത് സോറി പറയണം. അത് പണ്ട് എന്താണെന്ന് അറിയാമോ, നമ്മുടെ സൗന്ദര്യ ഒരുമാതിരി ഇവിടെ ആണുങ്ങളടുത്ത് ഇടപെടുന്ന സൗന്ദര്യയുടെ ഉദ്ദേശം ശരിയല്ല എന്ന് വിശാല് പറഞ്ഞ കേസാണ് നേഹ പറയുന്നത്. ശ്യാമന്ത് അതേസമയം പറയാണ്, നീ സംസാരിക്കുന്നത് കുറവാണ് പവിത്ര, നിന്റെ എന്താ പറയുക ഇൻഡ്യൂഷൻ കറക്റ്റ് ആണ്, ബട്ട് നീ സംസാരിക്കുക കൂടുതലായിട്ട്. നീ ഇൻഡ്യൂഷൻ ഫോളോ അപ്പ് ചെയ്ത് പോയി, നീ ഫോളോ ചെയ്ത് പോയി, നീ ബ്യൂട്ടിഫുൾ പേഴ്സൺ ആണ്. ഇതേസമയം നേഹ പറയുന്നു, നീ നിന്റെ അച്ഛൻ്റെ പ്രശ്നമൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ എന്താണെന്നത് ആർക്കും അറിയത്തില്ല. അപ്പം നിങ്ങളുടെ ഇടയിൽ എന്തോ ഒരു സംഭവം ഉണ്ടെന്നുള്ള കാര്യമാണ് പുറത്ത് ചർച്ച ചെയ്യുന്നത്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, അത് ഇതിനകത്ത് പറയണമായിരുന്നു, ഇതാണ് എൻ്റെ അച്ഛനായിട്ടുള്ള പ്രശ്നം, അച്ഛന് ഞാനായിട്ട് അപ്പം എന്ന് പറഞ്ഞത് തീർക്കണമായിരുന്നു. ഇതേസമയം നമ്മുടെ ശ്യാമന്ത പറയാണ്, പറയുന്നത് 1 കിലോമീറ്റർ കാര്യങ്ങൾ നീ പറയും, ഇവിടെ ചെയ്യുന്നതോ അല്ല, നീ ഇവിടെ ചെയ്യുന്നത് 1 കിലോമീറ്റർ കാര്യങ്ങൾ നീ ഇവിടെ ചെയ്തു കൂട്ടുന്നുണ്ട്, എന്നിട്ട് നീ മിണ്ടുന്നതോ 1 മില്ലിമീറ്റർ കാര്യം പോലും നീ മിണ്ടത്തുമില്ല, അതാണ് നിന്റെ പ്രശ്നം. അത് കറക്റ്റ് ശ്യാമന്ത പറഞ്ഞു കൊടുത്തു. വിശാലിൻ്റെ അടുത്ത് ഇതേ സമയം എന്ത് ചെയ്യുന്നു,
വിശാൽ നേഹെടുത്ത് ഇങ്ങനെ എനിക്കൊരു ഫോർമാറ്റ് ഉണ്ട്, ഞാനിവിടെ എന്റർടൈനിങ് ചെയ്യിക്കാനല്ല വന്നത്, ഞാൻ സ്റ്റേജിൽ വെച്ച് അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും ഇപ്പം ഇവിടെ അതല്ല ഞാൻ ചെയ്യുന്നത്. അപ്പം നേഹ പറയണം, നീ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, സമയം ഇല്ല ഇനി, പിന്നെ ഫ്രണ്ട്ഷിപ്പും ഗ്യാങ്ങും എല്ലാം പുറത്തു മതി, അകത്ത് വേണ്ട എന്ന് പറയുന്നു. ഇതേ സമയം ശ്യാമന്ത പറയാണ് ആരടുത്ത്, പവിത്ര അടുത്ത്, പവിത്ര അടുത്ത സീസണിൽ വരുന്ന ആൾക്കാർക്ക് പവിത്ര പോലെയും ഗെയിം കളിക്കാം എന്നുള്ളൊരു വഴികാട്ടിയായിട്ടാണ് നീ കാണിച്ചു കൊടുത്തതെന്നൊക്കെ പറയുന്നു. പവിത്ര കരയുന്നു, കെട്ടിപ്പിടിക്കുന്നു, നീ റിയൽ ആണ്, കരയരുത് എന്നെല്ലാം പവിത്രയുടെ ഫ്രണ്ട് പറയുന്നു. ഇതേ സമയം നേഹ വിശാലിനെ പറയാണ്, വിശാൽ പറയണം തർഷികയുടെ കേസൊക്കെ എന്താണ്, അപ്പൊ അതിന്റെ കേസ് കുറച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്, അത് എപ്പിസോഡിൽ ഇല്ലാത്ത കാര്യമോ ഉള്ള കാര്യമൊക്കെ ഉണ്ട്. നേഹ പറയണം, അത് നിനക്ക് എന്താണ് തോന്നുന്നത്, ഇഷ്ടമാണോ, ഇഷ്ടമല്ലേ, നീ പറ. ആസ് എ പേഴ്സൺ ഇഷ്ടമാണ് എന്നാണ് പറയുന്നത്. പക്ഷേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വിശാലിന്റെ ആ സാധനം പ്യുവർലി ഗെയിം ആയിരുന്നു വിശാൽ കാണിച്ചിരുന്നത്. കാരണം തർഷിക തന്നെ പുറത്തു വന്നിട്ട് പറയുന്നുണ്ട് അവിടെ ഉള്ള ഏറ്റവും വലിയ ആക്ടർ ഈ വിശാലാണെന്നുള്ള കാര്യം. തർഷിക സംഭവമൊക്കെ അറിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നേഹയുടെ കയ്യിൽ നമ്മുടെ തർഷികയുടെ ബ്രേസ്ലെറ്റ് ആണെന്ന് തോന്നുന്നു ഇരിക്കുന്നുണ്ട്, അതൊക്കെ തിരിച്ച് കെട്ടിയൊക്കെ കൊടുക്കുന്നു. നേഹ നീ ചിന്തിച്ച് ചെയ്യ്, എന്ത് കാര്യമാണ് ചിന്തിച്ച് ചെയ്യ് എന്നേ പറയുന്നുള്ളൂ. കാരണം തർഷികയുടെ കേസ് പുറത്ത് കോൺട്രവേഴ്സി ആയെന്നുള്ള കാര്യം ആർക്കറിയാം, ഈ പറയുന്ന നേഹയ്ക്കറിയാം. അത് വിശാലിലേക്ക് കൺവേ ചെയ്യാൻ നോക്കിയാണ്, വിശാലിന് മനസ്സിലായി. പക്ഷെ വിശാൽ ആ സീരിയസ് ഒക്കെ എടുത്തിട്ടില്ല. ദെൻ സൗന്ദര്യ അടുത്ത് സോറി പറയണം. പണ്ട് സൗന്ദര്യയുടെ ഉദ്ദേശം ശരിയല്ല ആണുങ്ങടുത്ത് ഇടപഴകുന്നത് എന്നൊക്കെ പറഞ്ഞ സംഭവത്തിന് അങ്ങനെ വിശാൽ നേരിട്ട് കൊണ്ടുപോയിട്ട് നീ അന്ന് മുത്തു നമ്മുടെ ബോയ്സ് ടീമിൽ വന്ന സമയത്ത് മുത്തുവിൻ്റെ തൊടയിൽ ഇങ്ങനെ കൈവച്ചതും പിന്നെ ഇങ്ങനെ തടവിയതും പിന്നെ വേറെ എന്തൊക്കെയോ കമന്റ് പാസ് ചെയ്തപ്പോൾ എനിക്ക് എന്തോ മോശമായിട്ട് ഫീൽ ചെയ്തു, ഡ്രസ്സ് തൂക്കി മാറ്റുന്നൊക്കെ പറഞ്ഞത്, ഡ്രസ്സ് എടുത്ത് ഊരി കള എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് എന്തോ മോശമായിട്ട് ഫീൽ ചെയ്തു, സോറി എന്ന് പറയുന്നത്, നീ എൻ്റെ അടുത്ത് നേരത്തെ സോറി പറഞ്ഞല്ലോ എന്നൊക്കെ പറഞ്ഞത് കഴിയുന്നു. അതിനുശേഷമാണ് ശ്യാമന്ത, അതായത് നമ്മുടെ പവിത്രയുടെ ഫ്രണ്ട് എല്ലാവരും ഇരിക്കെ മഞ്ജരി എടുത്ത് പറയണം, മഞ്ജരി ഇവിടെ ഫാമിലി വന്നിട്ട് പോയത് മഞ്ജലിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, മഞ്ജരിക്ക് എന്തെങ്കിലും കുഴപ്പമാണ്, മഞ്ജരി ഇവിടെ ചില മുട്ടയുടെ കേസൊക്കെ പറയുന്നുണ്ടായിരുന്നല്ലോ, അപ്പൊ എന്തെങ്കിലും മഞ്ജരിക്ക് പറയാണെങ്കിൽ അത് പവിത്രയുടെ മുഖത്ത് നോക്കിയൊന്നും പറയണം കേട്ടോ. മഞ്ജരി പറഞ്ഞു, ഞാൻ അതൊന്നും അല്ല ഉദ്ദേശിച്ചത്, നിങ്ങൾ എന്താ പറയുന്നത്, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. അപ്പം ശ്യാമന്ത നേരിട്ട് പറയാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, പിന്നെ ബോട്ടം 3 ആണ് പവിത്ര, ഏറ്റവും അവസാനം വന്ന 3 പേരാണ് പവിത്ര എന്നൊക്കെ പറയേണ്ട വല്ല കാര്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് ശ്യാമന്തയും ഈ പറയുന്ന നേഹയും കൂടെ തിരിച്ചു പോവാണ്. ഈ സാധനം അവിടെ കിടന്ന് പൊട്ടുന്നു. അതായത് പവിത്രയ്ക്ക് വേറെ ഒന്നുമല്ല, പവിത്ര ഇവിടെ ഇവര് പല കാര്യങ്ങളും പറയുന്നുണ്ട്. അപ്പൊ ഇവിടെയുള്ള വീക്ക് കണ്ടസ്റ്റന്റ് ആരാണ് എന്ന് ചർച്ച ചെയ്ത സാധനത്തെയാണ് പവിത്ര വീക്കാണ്, ബോട്ടം 3 അവസാനം നിൽക്കുന്ന 3 പേരിൽ ഒരാൾ പവിത്ര ആയിരിക്കും എന്ന് ഇവർ പറഞ്ഞ ഡിസ്കഷൻ ഉണ്ട്. പക്ഷെ ഇത് സത്യം പറഞ്ഞ എപ്പിസോഡിലില്ല, ഇന്ന് പറഞ്ഞപ്പോഴാണ് ഞാനും അറിയുന്നത്. അപ്പോൾ പവിത്ര ചോദിക്കുകയാണ്, ജാക്കലിനെ പറയുന്നത്, നിങ്ങൾ വീക്കെൻഡിൽ ഫയർ ആവും, വീക്ക് ഡേയ്സിൽ ലോ ആവും എന്നൊക്കെ എന്തിനാണ് പറയുന്നത്, എല്ലാവരുടെയും മുന്നിൽ നിന്നാണ് ഇപ്പം എൻ്റെ ഫ്രണ്ട് പറഞ്ഞിട്ട് പോയത്, ഒളിച്ചിരുത്തിയല്ല. എൻ്റെ ഫാമിലി വന്നപ്പോഴും ഫ്രണ്ട് വന്നപ്പോഴും എൻ്റെ അടുത്ത് കൊണ്ട് ഒളിച്ചിരുത്തി ഒന്നും പറഞ്ഞിട്ടില്ല, ഓരോ ടൈമും ഓരോന്ന് പോലെയാണ് ജാക്കലിന് നീ പെരുമാറുന്നത് എന്നും പറഞ്ഞുകൊണ്ട് മഞ്ജരി അങ്ങനെ പറഞ്ഞോ, നിങ്ങളിങ്ങനെ പറഞ്ഞോ, ബോട്ടം 3 എന്ന് പറഞ്ഞോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ചെറിയൊരു കശാപ്പിശ പവിത്ര ഒന്ന് വാ തുറക്കുന്നുണ്ട്. അതിനുശേഷം അടുത്ത് കുറച്ച് കഴിയുന്നു, ഫ്രണ്ട്ഷിപ്പ് ദ സ്വത്ത് നമുക്ക് ആ പാട്ടുണ്ടല്ല, ഫ്രണ്ട്ഷിപ്പ് ദ സ്വത്ത് നമുക്ക് ആ പാട്ടിടുന്നു. വരുന്നു ആര്, സൗന്ദര്യയുടെ ഫ്രണ്ട് വിഷ്ണു. കഴിഞ്ഞ സീസൺ 7 വിഷ്ണു വിജയ് സൂപ്പർ ഗെയിമർ ആയിരുന്നു കേട്ടോ പുള്ളിക്കാരൻ. ഞാൻ സീസൺ 7 തമിഴ് കണ്ടോണ്ട് ഗെയിമർ ആയിരുന്നു. നമ്മുടെ മലയാളം ബിഗ് ബോസ് സിജോ ഇല്ലേ, സിജോയെ പോലെയൊന്നും അല്ല, അതിൻ്റെ കുറച്ചൊരു താഴത്തെ ലെവലിൽ നിന്ന് അത്യാവശ്യം എല്ലാം മൈൻഡ് പ്ലേ. ഈ സീസണിൽ അങ്ങനെ ഒരാളുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റത്തില്ല. ഈ സീസണിൽ അങ്ങനെ ഒരാൾ പറയാൻ പറ്റില്ല, അങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ വിഷ്ണു വരുന്നു. വിഷ്ണു ഈ പറഞ്ഞ സൗന്ദര്യക്ക് വിഷ്ണുവിനെ ഇഷ്ടമാണ്, കഴിഞ്ഞ സീസണിലെ വിഷ്ണുവിന്. അപ്പോഴത്തേക്കും ദീപകിൻ്റെ ഫ്രണ്ട് കൊണ്ട് കൂടെ വിഷ്ണു വന്നിട്ട്, എന്താ സൗന്ദര്യ ജാക്കിൽ നിങ്ങൾ എന്താണ് നിങ്ങളുടെ ഇടയിലുള്ള പഞ്ചായത്ത് പ്രശ്നം, കുടുംബശ്രീ പ്രശ്നം, ഒരു പ്രോബ്ലം ഇല്ല. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം നിങ്ങളുടെ കോംബോ പുറത്ത് നെഗറ്റീവ് ആണെന്നൊക്കെ നിങ്ങൾ വിചാരിക്കും, ഒരു കുഴപ്പവും ഇല്ല. പിന്നെ വിഷ്ണു പക്ഷേ എനിക്കിത് ജാടയായിട്ട് തോന്നി കഴിഞ്ഞ സീസണിലെ വിഷ്ണു. കാരണം നമുക്ക് ഒരാളെ കാണുമ്പോൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. കാരണം പ്രത്യേകിച്ച് കഴിഞ്ഞ വർഷം 100 ദിവസം ബിഗ് ബോസ് വീടിനകത്ത്, 105 ദിവസം ബിഗ് ബോസ് വീടിനകത്ത് നിന്ന വിഷ്ണു ആണ് ഇപ്പൊ വന്നത്. അപ്പൊ വിഷ്ണുവിന്റെ ഒരു ക്യാരക്ടർ മൊത്തം ഒന്നും അടിമുടി മാറി. അപ്പൊ എനിക്ക് ഫീൽ ചെയ്ത ഒരു സാധനം, ബിഗ് ബോസിലേക്ക് ഞാൻ വീണ്ടും വരുവാണ്, അപ്പൊ ഞാൻ ഇത്തിരി ഒന്ന് ഷോ ഓഫ് ഒക്കെ ഇറക്കാം, കഴിഞ്ഞ സീസണിലെ ടോപ്പ് 5 ആണ്. അപ്പൊ എനിക്ക് ഇത്തിരി ഒരു തലക്കനം, ഒരു വെയിറ്റ് ഉണ്ടല്ലോ, ഒരു ഹെഡ് വെയിറ്റ് കാണിക്കാൻ വേണ്ടി വിഷ്ണു കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ അപ്പൊ ഞാൻ ആലോചിച്ചു, ഈ ഇന്നത്തെ വിഷ്ണു ഭയങ്കര പോസിറ്റീവ് സാധനമായിരുന്നു. അപ്പം ഇതിന്റെ ഒരു 7 അംശം പോലും കഴിഞ്ഞ സീസണിലെ വിഷ്ണു ചെയ്തത് ഞാൻ കണ്ടിട്ടില്ല. വിഷ്ണു ഗെയിമൊക്കെ കളിച്ചിട്ടുണ്ട്, ഓക്കെ, പക്ഷെ ടിക്കറ്റ് ഫിനാലെ വിന്നർ ആയിരുന്നു കഴിഞ്ഞ സീസണിന്റെ. പക്ഷെ ഈ സീസണിൽ വിഷ്ണു വന്നപ്പോൾ ഉള്ളൊരു പോസിറ്റിവിറ്റി ഉണ്ടല്ലോ. കഴിഞ്ഞ സീസണിൽ വിഷ്ണു മീൻസ് ഗെയിം, ടെറർ, എല്ലാം ഗെയിമിന് വേണ്ടി ചെയ്യുന്ന ഒരു കലിപ്പ് മോഡായിരുന്നു വിഷ്ണുവിന്. വല്ലപ്പോഴും മാത്രം ഒന്ന് ചിരിച്ചാലായി. പക്ഷെ ഇന്ന് വിഷ്ണു ചിരിയും കളിയും ഭയങ്കര ഇതായിരുന്നു. അപ്പം ഞാൻ ഇങ്ങനെയും വിഷ്ണുവിൻ്റെ ഒരു മുഖം ഉണ്ടോ? അപ്പം എനിക്ക് തോന്നി ഇതൊരു ഫേക്ക് സാധനമാണെന്നുള്ള കാര്യം. കാരണം ഇത് ഞാൻ ഇവിടെ തിരിച്ച് വന്നതാണ്. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യണം, ഒരു ജസ്റ്റ് ഒന്ന് ബൂസ്റ്റപ്പ് ആക്കണം എന്നുള്ളല്ലോ. ഭയങ്കര ചിരിച്ചു എല്ലാവരും സംസാരം, അടിപൊളിയാണ്, സൂപ്പറാണ്. റയാൻ എന്താണ് ഷോക്കായിട്ടിരിക്കുന്നത്, ഫാമിലി വരും, ഫാമിലി അങ്ങനെയൊക്കെ പറയും, കൺഫ്യൂസ് ഒന്നും ആകണ്ട, ഫാമിലി നോക്കുമ്പോൾ അങ്ങനെയല്ലേ തോന്നത്തുള്ളൂ, കാര്യമൊന്നുമില്ല
എന്നൊക്കെ പറഞ്ഞു ടിക്കറ്റ് അപ്പം വിഷ്ണു ഇതിനകത്ത് 4-5 സാധനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സൂപ്പർ. ഞാൻ വിചാരിച്ചു എൻ്റെ പൊന്നെ, കഴിഞ്ഞ സീസണിൽ വിഷ്ണുവിന് ഈ ബോധമൊന്നുമില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞില്ല ഈ ഷോ ഓഫ് ആണെന്ന് പറഞ്ഞെങ്കിലും, ഷോ ഓഫ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഷോ ഓഫ് അല്ല, ജസ്റ്റ് ഹേയ് എന്താ ആ ഒരു ഹെഡ് വെയിറ്റ്, അതുക്കപ്പുറമായിട്ട് വേറെ ഒന്നുമില്ല. പക്ഷേ വിഷ്ണു കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അടുത്ത ആഴ്ച ടിക്കറ്റ് ഫിനാലെയാണ്. ഗെയിം തീർന്നു. ഇനി ഗെയിം കളിക്കാനൊന്നും ആരും വിചാരിക്കേണ്ട, ഗെയിം തീർന്നു. പാരൻസ് ഇവിടെ വന്ന എന്തിനാണ്? നിങ്ങൾ ഇപ്പൊ ഇത്രയും നാൾ വന്നതെന്ന് ചെറുതായിട്ടൊന്ന് വഴി തെറ്റുമ്പോൾ പേരൻസ് കയറി വന്ന് ഒന്ന് നൂത്തുവിടും. ഗെയിം ഒന്നും ഇനി മാറ്റാനൊന്നും പറ്റത്തില്ല. ഇനി നിങ്ങൾ ഗെയിം കളിച്ചിട്ടും കാര്യമൊന്നുമില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഇനി ഇവിടെ തീരുമാനിച്ചു കഴിഞ്ഞു ആരാണ് പുറത്ത് ടൈറ്റിൽ വിന്നർ എന്നുള്ള കാര്യം ഇവിടെ എല്ലാവർക്കും അറിയാം. അല്ല, പുറത്ത് എല്ലാവർക്കും അറിയാം. അപ്പോൾ സംബന്ധമില്ലാത്ത ഒരു കാര്യം ഇവിടെ സംസാരിക്കുന്ന ഒരാളാണ്, ഒരു ബന്ധവും ഇല്ലാത്ത ഒരാളാണ്, നിങ്ങളുമായിട്ട് മാറി നിൽക്കുന്ന ഒരാളാണ് ടൈറ്റിൽ വിന്നർ. സൗന്ദര്യ തന്നെ അങ്ങനെയല്ല, നിങ്ങളുമായിട്ട് ഒരു ബന്ധവും ഇല്ലാതെ ഇത്രയും പേര് കൂട്ടത്തിൽ നിൽക്കുമ്പോൾ മാറി നിൽക്കുന്ന ഒരാളാണ് വിന്നർ ആവാൻ പോകുന്നത്, നോക്കിയോ എന്നൊക്കെ ഇങ്ങനെ വിഷ്ണു പറയുന്നു. അപ്പോൾ ഇനി ഗെയിം ഒന്നുമില്ല, എൻ്റർടൈൻ ചെയ്യുക, നിങ്ങൾ എൻജോയ് ചെയ്യുക. കാരണം ഇനി ഗെയിം ഒന്നും കളിക്കാതെ സമയം എന്നാൽ ഗെയിമൊക്കെ തീർന്നു. വിഷ്ണു പറഞ്ഞതാണ് കറക്റ്റ്. ഇവിടെ എല്ലാവരും വന്നിട്ട് ഫാമിലി വീക്കിലായിക്കോട്ടെ, ഫ്രണ്ട്സൊക്കെ വന്നിട്ട് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട്. എല്ലാവരും വന്നിട്ട് പറയും ഇനി 2-3 ആഴ്ച കൊണ്ട് എടുത്ത് കളിക്കുന്നു. ഞാൻ റിവ്യൂവിൽ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? ഞാൻ നിങ്ങളുടെ അടുത്ത് 75ാമത്തെ ഡേ ഞാൻ പറഞ്ഞു ഗെയിം തീർന്നു മക്കളെ, ഇന്ന് നാളെയുള്ള വീക്കെൻഡ് കൂടെ കഴിഞ്ഞാൽ പിന്നെ ഗെയിം ഇല്ല. മൺഡേ മുതൽ ഫാമിലി വീക്കാണ്, അതിന് മുതൽ ടിക്കറ്റ് ഫിനാലെയാണ് അടുത്ത ആഴ്ച, അതിനുശേഷം പടപ്പട്ടിയാണ്, എക്സ് കണ്ടസ്റ്റൻസിന്റെ റീ എൻട്രിയാണ്. ഇതിനിടയ്ക്ക് അടി പൊട്ടൂല. ഇനി അടി പൊട്ടുന്നെങ്കിൽ ടിക്കറ്റ് ഫിനാലെ ടാസ്കിന്റെ ഇടയിൽ എന്തെങ്കിലും ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടോ ഇടിക്കലോ ഒന്തലോ ഒക്കെ പറ്റി വല്ല അടി പ്രശ്നം നടക്കുന്ന അല്ലാതെ വേറെ ഒന്നും ഒരു അടിയും പൊട്ടയില്ല, കണ്ടന്റ് ഉണ്ടാവത്തുമില്ല. അത് അങ്ങനെ തന്നെയാണ്, എല്ലാ ബിഗ് ബോസിലും അങ്ങനെ തന്നെയാണ്. ഗെയിം ഈ പറയുന്ന ഫാമിലി വീക്കിന് തൊട്ട് മുന്നേ വരെ ഉള്ളൂ. ഈ എൻഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ മലയാളം ബിഗ് ബോസ് പോലെ ട്വിസ്റ്റ് വെച്ച ഫാമിലി വീക്ക് അല്ല കേട്ടോ. അപ്പം ദീപക്കിന്റെ ഫ്രണ്ട് ഭയങ്കര പോസിറ്റീവായിട്ട് ദീപക്കിനെ എന്ത് ചെയ്യാണ്, മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ സൗന്ദര്യ റോക്കാണ്, റിയൽ ആണ് എന്നെല്ലാം വിഷ്ണു പറയുന്നു. ബെസ്റ്റ് ഗിഫ്റ്റ് ആണ് ജാക്ലിൻ. സൗന്ദര്യ നിങ്ങൾ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പൊക്കെ അടിപൊളിയാണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കുന്നു. ദീപക്കും ഫ്രണ്ടും കൂടെയാണ്. ഫ്രണ്ട് പറയുന്നത് നീ നല്ലതാണ്, കൊള്ളാം, അടിപൊളിയാണ്, നിന്റെ സ്ട്രാറ്റജിയും ക്യാപ്റ്റൻഷിപ്പ് ആയിരുന്നപ്പോൾ നിന്റെ ഒരു റൂൾസ് ഒക്കെ അടിപൊളിയായിരുന്നു. വിഷ്ണു പറയാണ് 3 ആഴ്ചയേ ഉള്ളൂ, എൻജോയ് ചെയ്യാൻ. അതിനുശേഷം വിഷ്ണു സൗന്ദര്യ വിളിച്ചുകൊണ്ട് പോകുന്ന എടി നീ നല്ലതാണ്, റിയൽ ആണ്, നീ കൺഫ്യൂസ് ആവണ്ട, നീ സ്റ്റഡി ആയിട്ടിരിക്കും, എങ്ങനെയാണോ അതുപോലെ തന്നെ ഇരിക്കും, നീ ബെസ്റ്റ് പ്ലെയർ ആണ്, എന്നെക്കാളും ബെസ്റ്റ് പ്ലെയർ ആണ് നീ എന്ന് ഈ പറയുന്ന വിഷ്ണു പറയാണ്. പക്ഷേ എനിക്ക് എന്നെ പുറത്ത് വരയ്ക്കും ഞാൻ പാക്കുമ്പോൾ എനിക്ക് അപ്പടി ഒന്നുമേ ഫീൽ പണ്ണല. കാരണം കഴിഞ്ഞ സീസണിൽ വിഷ്ണു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗെയിമർ ആയിരുന്നു, മനസ്സിലായോ? വിഷ്ണു ഓരോന്ന് പ്ലേ ചെയ്യുമ്പോഴും ആ മൈൻഡിൽ തിങ്ക് ചെയ്ത് കളിക്കുന്ന ഒരാളായിരുന്നു. വിട്ടുകൊടുക്കാൻ ഒട്ടുമേ താല്പര്യമില്ലാത്ത ഒരാളായിരുന്നു വിഷ്ണു സംഭവം കഴിഞ്ഞ സീസണിൽ ഇറിറ്റേറ്റിംഗ് ഒരു ചൊറി ടൈപ്പ് ആയിരുന്നു. പക്ഷെ എന്നിരുന്നാലും വിട്ടുകൊടുക്കാൻ ഒട്ടും താല്പര്യമില്ലാത്ത ഒരു മൈൻഡ് ഗെയിമർ ആയിരുന്നു. ജയിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ടോപ്പ് 5 കിട്ടിയപ്പോൾ പോലും ഭയങ്കര വിഷമമുള്ള ഒരാളായിരുന്നു. ജയിക്കും എന്ന് ഭയങ്കരമായിട്ട് എക്സ്പെക്ട് ചെയ്തിരുന്ന ഒരാളായിരുന്നു. വിന്നർ ആവുമെന്ന് കരുതിയിരുന്ന ഒരാളായിരുന്നു വിഷ്ണു. അപ്പൊ അതിനെ സംബന്ധിച്ചിടത്തോളം വിഷ്ണു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗെയിമർ ആയിരുന്നു, കോണ്ടന്റ് ഉണ്ടായിരുന്നു, എല്ലാ ചൊറിയാണെങ്കിലും എല്ലായിടത്തും എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ സൗന്ദര്യം വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ ചൊറി മാത്രമാണ് ഉള്ളത്. സൗന്ദര്യം ഇവിടെ കോണ്ടന്റ് ആണ് ഉണ്ടാക്കുന്നത്, ഗെയിമുകളിലൊന്നും ഒന്നും ചെയ്യുന്നൊന്നുമില്ല. പക്ഷേ മൈൻഡ് ഗെയിം ഉണ്ടായിരുന്നു വിഷ്ണുവിന്. അപ്പൊ വിഷ്ണു എന്നെക്കാളും നീ അടിപൊളിയാണ് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ആ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്ന് തോന്നി. അതിനേക്കാൾ സൗന്ദര്യക്കാൾ അടിപൊളിയായിരുന്നു വിഷ്ണു എന്നേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. പിന്നെ ഗെയിം ബേസ്, കോണ്ടന്റ് ബേസ് അല്ല, ഗെയിം ബേസ് വിഷ്ണു ഈസ് സൂപ്പർ ദാൻ സൗന്ദര്യ. അടുത്ത് എന്താ പറയുക, ബെസ്റ്റ് പ്ലെയർ ആണ്, നീ എന്നെക്കാളും സൂപ്പറായിട്ട് കളിക്കുന്നുണ്ട്. അപ്പം പക്ഷെ നീ എന്ത് ചെയ്യണം, ചില കാര്യങ്ങൾ കൺഫ്യൂസ് ആവുന്നുണ്ട്. അപ്പം ആവാതെ നീ എന്ത് ചെയ്യണം, സ്ട്രോങ് ചെയ്യണം. എല്ലാവരും നിന്നെ അമ്പ് ചെയ്യും, കാരണം നീ സ്ട്രോങ് ആണ്. അപ്പം നീ അതുകൊണ്ട് ധൈര്യമായിട്ട് നിൽക്കണം. പിന്നെ നീ റിയാക്ട് ചെയ്യണം. നീ ഇവിടെ നിന്ന് എന്തിനാണ് റിയാക്ട് ചെയ്യാനാണ്. നിന്റെ സ്റ്റേറ്റ്മെന്റിൽ നീ എപ്പോഴും കോൺഫിഡൻ്റ് ആയിട്ടിരിക്കണം എന്ന് പറയുന്നു. അതിനുശേഷം കുറച്ച് കഴിഞ്ഞ് സൗന്ദര്യ ക്യാമറ നോക്കി. സൗന്ദര്യക്ക് വിഷ്ണുവിൻ്റെ അടുത്ത് സ്നേഹമുണ്ട്, അത് പലതവണ പറഞ്ഞിട്ടുമുണ്ട്. പക്ഷേ ഇവിടെ വെച്ച് പ്രപ്പോസ് ചെയ്യാനുള്ള ഐഡിയ ആണ്. അച്ഛാ അമ്മേ നിങ്ങൾ കാണുന്നില്ലേ, എനിക്ക് അനുഗ്രഹം തരണം, ഞാൻ പറഞ്ഞിട്ടില്ലേ എനിക്ക് വിഷ്ണുവിനെ ഇഷ്ടമാണെന്ന്, നിങ്ങൾക്ക് അറിയാമല്ലോ, സമ്മതമൊക്കെ തന്നല്ലോ, ഞാൻ വിഷ്ണുവിൻ്റെ അടുത്ത് ഇഷ്ടം പറയാൻ പോവാണ്, എന്താവും അറിയത്തില്ല, നെർവസാണ്, ആശീർവാദം വേണം എന്നെല്ലാം പറഞ്ഞ് നേരെ എന്ത് ചെയ്യുന്നു, ഒരു വലിയ പ്ലേറ്റിൽ ഇങ്ങനെ എന്തൊക്കെയോ മാവൊക്കെ വെച്ച് വലിയ മാരി മിന്നൊക്കെ എഴുതി ഒട്ടിച്ച് നേരെ കൊണ്ടുവന്ന് വിഷ്ണുവിൻ്റെ മുമ്പിൽ എല്ലാവരും വന്ന് നിൽക്കുന്നു. പ്രപ്പോസ് ചെയ്യുന്നു വിഷ്ണുവിനെ. വിഷ്ണു ഭയങ്കര ബ്ലഷ് അടിക്കുന്നു. ഫസ്റ്റ് മൊമെന്റ് ആണ്, എനിക്ക് ഇതുവരെ ഒന്നും ഇങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. താങ്ക്സ് എലോട്ട് സൗന്ദര്യ, നീ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്, പിന്നെ എല്ലാത്തിലും ഞാൻ നിന്റെ കൂടെ നിന്നിട്ടുണ്ട്, നീയും അങ്ങനെ തന്നെയാണ്, എന്നെ എപ്പോഴും ഉയർത്തിക്കൊണ്ടുവന്നിരുന്ന ആളാണ്. പക്ഷെ ഇപ്പം നീ ഫിനാലെ വരെ എത്തി നിന്റെ ഗെയിം കോൺസെൻട്രേറ്റ് ചെയ്ത് പുറത്ത് വന്നിട്ട് നമുക്ക് നോക്കാം എന്നാണ് ഇങ്ങനെ പറയുന്നത്. അപ്പോൾ എനിക്ക് വിഷ്ണുവിൻ്റെ അന്നേരത്തെ എക്സ്പ്രഷൻ കണ്ടിട്ട് എനിക്ക് തോന്നിയത് ഓക്കെ, ഇഷ്ടമൊക്കെ തന്നെ, പക്ഷേ എന്തൊക്കെയോ വേറെ പ്രശ്നങ്ങളൊക്കെ കാണും കേട്ടോ. ഇവർക്ക് രണ്ടുപേർക്കുള്ള ഇഷ്ടമല്ല, ഒത്തിരി ഒരു എന്താ പറയുക, ഒരു ബന്ധം, ഒരു റിലേഷൻ എന്ന് പറയുമ്പോൾ രണ്ടുപേരുടെ ഇടയിൽ മാത്രമുള്ളതല്ലല്ലോ, അതൊരു ഫാമിലി കൂടി ഡിസൈഡ് ചെയ്ത് എടുക്കേണ്ട കാര്യങ്ങളും കൂടി അതിനകത്ത് വരും. ഒരു പക്ഷേ പലർക്കും പല രീതികളാണ്.
അപ്പം അതുകൊണ്ട് എനിക്ക് അങ്ങനെ തോന്നി ഇപ്പം. പക്ഷേ സൗന്ദര്യ അപ്പം എനിക്ക് അതിനകത്ത് സൂപ്പറായിട്ട് തോന്നിയ ഒരു കാര്യം, സൗന്ദര്യയെ വിഷമിപ്പിക്കാതെ വിഷ്ണു അത് ഡീൽ ചെയ്തു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബെസ്റ്റ് ഫ്രണ്ടാണ് എൻ്റെ എല്ലാത്തിലും നിന്ന്, നീ ഫിനാലെ വരെ കളിക്ക് പുറത്തു പോവാ, എന്നിട്ട് നമുക്ക് നോക്കാം, ഭയങ്കര ഹാപ്പി ആയിട്ട് പറഞ്ഞു. അപ്പോൾ എനിക്ക് അതൊക്കെ ഇഷ്ടപ്പെട്ടു. ദെൻ അതിനുശേഷം ഇവരുടെ ഒരു ചെറിയ ഡാൻസ് ഒക്കെ. ദെൻ വിഷ്ണു പോകുന്നു, എല്ലാവർക്കും ഭയങ്കര പോസിറ്റീവ് കൊടുത്തിട്ടാണ് പോകുന്നത്. അടുത്ത പാട്ട് ആരാണ്? സീസൺ 7 തമിഴിലെ വിന്നർ അർച്ചന രവിചന്ദ്രൻ, വൈൽഡ് കാർഡ് വിന്നർ ഓഫ് ഇന്ത്യൻ ബിഗ് ബോസ് ഹിസ്റ്ററി. അതെ, ഇന്ത്യയിലെ ആദ്യമായിട്ട് നടന്ന ടെലിവിഷൻ ബിഗ് ബോസിൽ, OTT-യിലല്ല TV-യിൽ വന്നിട്ടുള്ള ബിഗ് ബോസിൽ ആദ്യത്തെ വിന്നറായിരുന്നു അർച്ചന കഴിഞ്ഞ സീസണിലോ. അതിന് OTT-യിലൊക്കെ എൽവിഷൊക്കെ ജയിച്ചിട്ടുണ്ട്, പക്ഷെ അർച്ചനയാണ് ഫസ്റ്റ് ടെലിവിഷനിൽ വന്നിട്ടുള്ള വിന്നർ. അപ്പം അർച്ചന വരുന്നു, അർച്ചനയെ കാണുമ്പോൾ തന്നെ അരുൺ ഭയങ്കര അർച്ചന പോകുന്നു, കരഞ്ഞോണ്ട് പോയി അരുണെ കെട്ടിപ്പിടിക്കുന്നു. ഇവരുടെ കല്യാണം ഉറപ്പിച്ച് വെച്ചിരിക്കുകയാണ്, കല്യാണം കഴിക്കും ഉടനെ അർച്ചനയും അരുണും. അപ്പോൾ മിസ് യു ടു അങ്ങനെയെല്ലാം ഭയങ്കര കാര്യം. മുത്തുവിൻ്റെ മഞ്ജരിയുടെ ഫ്രണ്ട് വരുന്നു, ഭയങ്കര പോസിറ്റീവ് ഫണ്ണ്. ഈ മുത്തുവിനും മഞ്ജരിക്കുള്ളൊരു പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു പേച്ചിത്തനമ എന്ന് വെച്ച് കഴിഞ്ഞാൽ സംസാരം കൊണ്ട് ആരെ വേണമെങ്കിലും വെട്ടി വീഴ്ത്തും. മുത്തു ആണെങ്കിലും നമുക്കറിയാം, മഞ്ജരി ആണെങ്കിലും നമുക്കറിയാം. അതിൻ്റെ ഒരു വേറെ വെർഷൻ ഇവർക്ക്, എനിക്ക് തോന്നുന്നു തമിഴ് പേച്ച് എങ്കൽ മൂച്ച് എന്ന് പറഞ്ഞ എന്തൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. മുത്തുവും മഞ്ജരിയും ഈ പറഞ്ഞ മഹേഷ് എന്ന് പറഞ്ഞവരുടെ ഫ്രണ്ടും ഒക്കെ അതിനകത്തുള്ള. അപ്പം ഇതിനകത്തുള്ള ഈ 3 പേർക്ക് സംസാരിക്കാൻ അറിയാം. മനസ്സിലായി? എനിക്ക് പറയാനുള്ളത്, അടുത്ത സീസണിലും ഈ പ്രോഗ്രാമിനകത്ത് ആരൊക്കെ ഉണ്ടായിരുന്നു, ഇതിൽ നിന്നൊരു 2 പേരെ എടുത്ത് ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ സംസാരിക്കാൻ അറിയാന്നുള്ള, എന്ത് ശരിയോ തെറ്റോ എന്ത് ചെയ്തു കഴിഞ്ഞാലും സംസാരിക്കാൻ അറിയാം, പിടിച്ചു നിൽക്കുക. അപ്പം മുത്തുവിൻ്റെ താഴെ വിജയ് സേതുപതി എന്തെങ്കിലുമൊക്കെ ചോദിക്കാൻ മുത്ത് പിടിച്ചു നിൽക്കുന്നില്ലേ, ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചുകൊണ്ട് തിരിച്ച് അത് അങ്ങനെയായിരുന്നു. അപ്പം ആ ഒരു പറഞ്ഞു നിൽക്കാനുള്ള ഒരു കഴിവ് അത് വേറെയാണ്. അപ്പം ഇതേസമയം അൻഷിത പറയുന്നുണ്ട്, അൻഷിത അല്ലല്ലോ, നമ്മൾ അർച്ചന പറയുന്നുണ്ട്, സൂപ്പർ പ്രൗഡ് ഓഫ് യു അരുൺ, 80 ദിവസം ഞാനിവിടെ നിന്നു, വയൽക്കാടായിട്ട് വന്നിട്ട് 80ാമത്തെ ദിവസമാണ് ഞാനിവിടെ വിജയിച്ചത്, നീ 83 ദിവസമായി. അപ്പം അരുൺ 91 ദിവസം കൺഫേം, 91 ദിവസം ഞാനിവിടെ ഉണ്ടാവും. അതാണ് ഞാൻ എപ്പോഴും പറയുന്നത്, 91 ദിവസം കൺഫേം എന്നൊക്കെ ഞാൻ പറയൂലേ. ഇപ്പം ഞാൻ പറഞ്ഞു ഈ ആഴ്ച സേവായി, അടുത്ത ആഴ്ച സേവായി, വേറെ ഒന്നുമല്ല, ഈ ആഴ്ച അരുൺ നോമിനേഷനിൽ ഉണ്ട്. അപ്പോൾ അരുൺ എന്തായാലും സേവ് ആവുമെന്ന് അരുണിന് വളരെ വ്യക്തമായിട്ട് അറിയാം. എന്നിട്ട് എന്ത് ചെയ്യും? അടുത്ത ആഴ്ച ടിക്കറ്റ് ഫിനാലെയാണ്. ടിക്കറ്റ് ഫിനാലയുടെ ആ ഒരു വീക്കിൽ നോമിനേഷനിൽ വന്നാലും ഔട്ട് ആവുന്നെങ്കിൽ എപ്പോഴേ ഔട്ട് ആവുള്ളൂ, 91 ഔട്ട് ആവത്തുള്ളൂ. ഔട്ട് ആവുകയാണെങ്കിൽ അപ്പം 91 ദിവസം കൺഫേം ആടാ എന്നെല്ലാം പറഞ്ഞിട്ട് അരുണ് ഭയങ്കര കോൺഫിഡൻ്റ് ആണ്, ഞാൻ ഇവിടെ ഉണ്ടാവും എന്നുള്ള കാര്യം അരുണ് നല്ല വൃത്തിയായിട്ടുണ്ട്. അപ്പോൾ അർച്ചന പറയുന്നത് എല്ലാം അടിപൊളിയാണ്, ഞാനൊരു മൂവിയുടെ ഷൂട്ടിന് പോകാൻ പോവാണ്, അപ്പോൾ അതിന് മുമ്പ് നിങ്ങളെ കണ്ട അനുഗ്രഹം വാങ്ങിക്കണം എന്ന് പറഞ്ഞാൽ അനുഗ്രഹമൊക്കെ വാങ്ങിക്കുന്നു. 24/7 ഞാൻ കാണണ്ടെന്ന് വിചാരിച്ചാലും എനിക്ക് കാണാൻ തോന്നുന്നുണ്ട്, നിങ്ങളോട് ഉള്ളതുകൊണ്ട് എനിക്ക് കരച്ചിൽ വരുന്നുണ്ട് ചില കാര്യങ്ങൾ കാണുമ്പോൾ. അരുൺ പറയാണ് പ്രോപ്പറായിട്ട് എന്താ പറയുക, എൻ്റെ പെർസ്പെക്റ്റീവൊക്കെ മാറി, ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ എൻ്റെ പെർസ്പെക്റ്റീവ് ഒന്നും അല്ല, മാറിപ്പോയി. അപ്പോഴത്തേക്ക് അർച്ചന കരയുന്നു. അരുണേ കരയില്ലേ എന്തെങ്കിലും അഡ്വൈസ് തരാനുണ്ടോ? അപ്പോൾ അർച്ചന ഇപ്പോൾ ഉള്ളത് എന്താണോ അതുപോലെ തന്നെ നല്ലതായിട്ടിരിക്കും, ഇപ്പോൾ ഉള്ളത് നല്ലതാണ്, അടിപൊളിയാണ്, ബി ഹാപ്പി, ബി ഫൺ, നിൻ്റെ ആംഗ്രി വേണ്ട, ദേഷ്യം വേണ്ട, അതെനിക്ക് ഇഷ്ടമല്ല കാണാൻ. പിന്നെ അത് മാത്രമല്ല, നിൻ്റെ മൈൻഡ് സെറ്റ്, നീ സ്വന്തമായിട്ട് സംസാരിക്കുന്നത് വേണം ആദ്യം നിർത്താൻ വേണ്ടിയിട്ട്. ഓക്കെ, മൈൻഡ് ടോക്ക് അത് നീ വേണ്ട, നീ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കണം, നിന്റെ സെൽഫ് ടോക്ക് നിന്നെ താഴെ ആക്കുന്നുണ്ട്. അപ്പം നിന്നെ സംശയിക്കരുത്, നീ വ്യക്തമായിട്ട് കളിക്കണം. അർച്ചനയും സൂപ്പറായിട്ട്, ഞാൻ ഇന്നലെ വിചാരിച്ചു ഒത്തിരി നെഗറ്റീവ് എന്ന് ഇപ്പോൾ അരുൺ ആവുന്നു, പക്ഷേ ഒത്തിരി നല്ല പോയിന്റ്സ് അർച്ചന വന്ന് പറഞ്ഞു കൊടുത്തു. അരുണിൻ്റെ ഫാമിലി വന്ന് പറഞ്ഞു കൊടുക്കുന്നതിനേക്കാൾ അടിപൊളിയായിട്ട് അർച്ചന വന്ന് പറഞ്ഞു കൊടുത്ത പോലെ എനിക്ക് തോന്നി. സൂപ്പറായിട്ട്, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അതിനുശേഷം മഞ്ജരിയുടെ ഫ്രണ്ടും എന്താ പറയുക, ഈ പറയുന്ന മുത്തുവിൻ്റെ ഫ്രണ്ടും സൂപ്പർ, ദീപകണ്ണ സൂപ്പർ എന്നൊക്കെ പറയുന്നു. ഭയങ്കര അയാളും എല്ലാവരുമായിട്ട് നല്ല പോസിറ്റീവ്, അല്ല ഒരുമാതിരി എന്താ പറയുക, ഒരു ജോളി ടൈപ്പാണ് കേട്ടോ അയാളും. അർച്ചന പറയുന്നു നല്ലത് ചെയ്യാൻ. അപ്പോൾ അരുൺ പറയണം ഇഷ്ടമുള്ള ഗെയിം ഏതായിരുന്നു? അത് വൈസ് പ്രിൻസിപ്പളായിട്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് വല്ല വൈസ് പ്രിൻസിപ്പളായിട്ട് അവളുടെ കൂടെയൊക്കെയുള്ള അങ്ങനെ കുറച്ച് ഇവരുടെ ഒരു റൊമാൻറ്റിക് ടോക്കുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അരുൺ പറയാണ് ടിക്കറ്റ് ഫിനാലിൽ ഞാൻ എൻ്റെ ബെസ്റ്റ് കൊടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് വീട്ടുകാരുടെ അടുത്ത് കാണിക്കാൻ, ഇതാ എൻ്റെ ഹാർലി ക്വീനെ ഞാൻ കാണിക്കുന്നു, ഇതാണ് എൻ്റെ ഹാർലി ക്വീൻ അർച്ചന. അതിനുശേഷം മഹേഷ് ഒരു ഡയലോഗ്, മഹേഷ് കുറച്ച് കഴിഞ്ഞിട്ട് ഒരു ഡയലോഗ് അടിക്കുകയാണ്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് മുത്തുവും മഞ്ജരിയും ഈ മഹേഷൊക്കെ ഒരേ ലെവലിലുള്ള ആൾക്കാരാണ്. ആ മഹേഷ് പറയാണ് നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ പേപ്പർ തന്നിട്ടുണ്ട്, ആ ക്വസ്റ്റ്യൻ പേപ്പറാണ് ബിഗ് ബോസ്. കഴിഞ്ഞ ഈ ക്വസ്റ്റ്യൻ പേപ്പർ പലരും അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. മുൻപുള്ള കണ്ടസ്റ്റൻസ് എങ്ങനെ ഇതിനെ എഴുതി, ഇപ്പോൾ ഉള്ളവർ എങ്ങനെ എഴുതുന്നു, നമ്മുടെ കൂടെ നിൽക്കുന്നവർ എന്തെഴുതി, ഇനി വരാൻ പോകുന്നവർ എന്തെഴുതും, മുൻപ് ഇത് എഴുതി എങ്ങനെയൊക്കെയാണ് ആൾക്കാർ ജയിച്ചത്, എങ്ങനെയൊക്കെയാണ് ആൾക്കാർ തോറ്റത് എന്നൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ പേപ്പർ തന്നിട്ടുണ്ട്, നിങ്ങളുടെ ഉത്തരങ്ങളാണ് ബിഗ് ബോസ് പ്രതീക്ഷിക്കുന്നത്, ആ ഉത്തരങ്ങളാണ് നിങ്ങൾ കൊടുക്കേണ്ടത്, അങ്ങനെ നിങ്ങൾക്ക് ജയിക്കാൻ പറ്റത്തുള്ളൂ, അതാണ് കപ്പടിക്കേണ്ടത്. അല്ലാതെ മുന്നിൽ ആരെഴുതി, ഇനി ആരെഴുതാനുണ്ട്, ഇപ്പം ആരൊക്കെ എഴുതുന്നു, നമ്മുടെ കൂടെ എഴുതുന്നവർ ശരിയാണോ, ഒന്നും നോക്കണ്ട എന്ന് പറയണേ. അതൊരു ബെസ്റ്റ് പോയിന്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ബിഗ് ബോസിലൊക്കെ പോകുന്ന ഒരു കണ്ടസ്റ്റന്റിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സെന്റൻസ്, ഒരു 5-6 സെന്റൻസ് ആണിത്. ബിഗ് ബോസ് ഈസ് ലൈക്ക് എ ക്വസ്റ്റ്യൻ പേപ്പർ, ആൻഡ് നമ്മളത് ആൻസർ ചെയ്യണം. ആൻസർ ചെയ്യണം, നമ്മുടെ ഒരു യുണീക്ക് ആൻസർ ആയിരിക്കും അതിൽ വരേണ്ടത്.
മുൻപത്തെ ഒരു കണ്ടസ്റ്റൻസിനെ ഫോളോ അപ്പ് ചെയ്യാതെ അവരിങ്ങനെ ചെയ്തു, അവരങ്ങനെ ചെയ്തു, അവരിങ്ങനെ ചെയ്തപ്പോൾ ഔട്ടായി, ഇവരിങ്ങനെ ചെയ്തപ്പോൾ വിന്നായി, അങ്ങനെ ഒന്നും വേണ്ടാതെ ഇനി ഉള്ളവർ, നമ്മുടെ കൂടെ ഉള്ളവർ ഒന്നും ആലോചിക്കാൻ നമുക്ക് എന്ത് തോന്നുന്നു അത് നമ്മൾ ചെയ്യുക. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു മഹേഷിൻ്റെ ആ ഒരു ഒറ്റ ഡയലോഗ്. അതിനുശേഷം പിന്നീട് അവരും പോകുന്നു. അവർ പോയതിന് ശേഷമാണ് മുത്തു സംസാരിക്കുകയാണ്. എല്ലാവരും ഉണ്ട്. അപ്പം മുത്തു ചോദിക്കുന്നു, പണപ്പെട്ടി ഇപ്പം എടുക്കുവാണ് എന്ന് വിചാരിച്ചോ? എടുക്കൂലെന്നേ ഇപ്പം പലരും പറയത്തുള്ളൂ. എടുക്കൂലെങ്കിൽ എടുക്കൂല, അവിടെ ഇരുന്നോട്ടെ. പക്ഷെ പണപ്പെട്ടി പോകാൻ ഇൻ കേസ് പണപ്പെട്ടി എടുക്കുവാണെങ്കിൽ എത്ര ലക്ഷം കിട്ടിക്കഴിഞ്ഞാൽ പണപ്പെട്ടി എടുക്കും? പറ. എടുക്കൂല എന്ന് ആരും പറയല്ലേ. അപ്പം അരുൺ പറയാണ്, ഞാൻ സീരിയസ്ലി ഒരു 20 ലക്ഷം വന്നു കഴിഞ്ഞാൽ ഞാൻ പണപ്പെട്ടി എടുക്കും. അപ്പോൾ ദീപക്, എനിക്കൊരു 45 lakhs, 45 മതി 5 ലക്ഷം വിന്നർക്കും 45 പണപ്പെട്ടിയിലും കൊള്ളാം. അപ്പോഴത്തേക്കും എന്താ ദീപക്കാണ് ഒരു ലോജിക്കോടെ പറ. അപ്പോൾ ദീപക് പറയുന്നത് ഒരു 25, ഒരു 20, ഒരു 17, ഒരു 17 ഒക്കെ ആണെങ്കിൽ ഞാൻ എടുക്കുവേ എന്നുള്ള ഒരു ലെവലില്. സൗന്ദര്യ ഒരു കാരണവശാലും എടുക്കാത്ത ഒരാളാണ്, എന്നാലും 15 എടുക്കും. 15 ആണെങ്കിൽ ഞാൻ എടുക്കും. അപ്പൊ ജാക്ലിൻ, ഞാനൊരു 17.5 ലക്ഷമാണെങ്കിൽ ഞാനും തൂക്കും. റയാൻ, ഞാനൊരു 15 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ പൊക്കും. അടുത്ത മുത്തു, എനിക്കൊരു 25 ലക്ഷത്തിൽ കുറഞ്ഞ എനിക്ക് പണപ്പെട്ടി ചിന്തിക്കാനേ പറ്റത്തില്ല, എന്നാലും പോട്ടെ 22, അതിൻ്റെ അപ്പുറത്തോട്ട് പോകത്തില്ല, അത്രയെങ്കിലും വേണം പണപ്പെട്ടിയിൽ, എന്നാലേ ഞാൻ എടുക്കത്തുള്ളൂ, അങ്ങനെ ഉണ്ടെങ്കിൽ എടുക്കും എന്ന് മുത്തു പറയാണ്. അടുത്ത ജെഫ്രി, ഞാൻ 16 ലക്ഷം, 16 ആണെങ്കിൽ ഞാൻ എടുക്കും. അടുത്ത അൻഷിത, ഞാൻ 15 ആണെങ്കിൽ ഞാനും എടുക്കും. പവിത്ര, ഞാനൊരു 20 ആണെങ്കിലേ എടുക്കത്തുള്ളൂ. പിന്നെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വിശാലില്ല, റാണവില്ല, മഞ്ജരിയില്ല. പക്ഷെ ഇവരുടേത് 3 പേരുടെ മറുപടിയായിരുന്നു എനിക്ക് കേൾക്കേണ്ടിയിരുന്നത്. കാരണം ഇതിനകത്ത് പണപ്പെട്ടി എടുക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അരുൺ എടുക്കില്ല, ദീപക് എടുക്കില്ല, സൗന്ദര്യ ഒരു കാരണവശാലും എടുക്കത്തില്ല, ജാക്ലിൻ എടുക്കൂല, റയാൻ എടുക്കാൻ ചാൻസ് ഉണ്ട്. കാരണം ഈ കുറച്ച് പറഞ്ഞവരൊക്കെ എടുക്കാൻ ചാൻസ് ഉണ്ട്. ഈ 15, 10 മുകളിൽ 12 ഒക്കെ അങ്ങനെ പറയുന്നവർ എടുക്കാൻ ചാൻസ്. അപ്പൊ സൗന്ദര്യ 15 പറഞ്ഞാൽ ഒരു കാരണവശാലും എടുക്കൂല കേട്ടാ. സൗന്ദര്യയുടെ സ്വഭാവം അങ്ങനെയാണ്. റയാൻ എടുക്കാൻ ചാൻസ് ഉണ്ട്, മുത്തു എടുക്കത്തില്ല, ജെഫ്രി എടുക്കാൻ ഭയങ്കര ചാൻസ് ആണ്. പിന്നെ അൻഷിത, എനിക്ക് ഇന്ന് ഈ എപ്പിസോഡ് കാണുന്നവരെയും അൻഷിത എടുക്കും എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ ഇന്ന് അൻഷിത 15 വന്നു കഴിഞ്ഞാൽ ഞാൻ എടുക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15 അൻഷിത എടുക്കാൻ മാത്രം എന്തൊക്കെയോ പ്രോബ്ലംസ് അൻഷിതയ്ക്ക് ഉണ്ടായിരിക്കാം. അപ്പൊ അതുകൊണ്ട് എനിക്ക് അൻഷിത കേസ് പറയാൻ പറ്റുന്നില്ല. പക്ഷെ എടുക്കൂല എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അൻഷിത 15 വന്നു കഴിഞ്ഞാൽ എടുക്കാൻ സാധ്യത ഇല്ല. ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അൻഷിതയുടെ ഉമ്മയൊക്കെ. ഇപ്പം ഇതിന് പോകുന്നതിന് മുന്നേ ഞാൻ പറഞ്ഞിരുന്നു, ഇപ്പം പണപ്പെട്ടി എന്തായാലും അൻഷിത വിന്നർ ആവൂല എന്നുള്ള കാര്യം നമുക്ക് നല്ലതുപോലെ അറിയാം. അപ്പം വിന്നർ ആവില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ക്യാഷിന് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ക്യാഷ് എടുക്കണം പണപ്പെട്ടി വരുമ്പോൾ. ഞാൻ പറഞ്ഞിരുന്നു അപ്പം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു ഹിന്റ് കൊടുക്കണം ക്യാഷ്. അപ്പം മോനെ അപ്പം അൻഷിയുടെ ഉമ്മി പറഞ്ഞിരുന്നു അങ്ങനെയല്ല, ക്യാഷിന് വേണ്ടിയിട്ടല്ല അവൾ പോയത്, അവൾ ഗെയിം 100 ദിവസം നിൽക്കാൻ വേണ്ടിയിട്ടാണ് പോയത് എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പം അങ്ങനെയാണെങ്കിൽ അത് തന്നെ തുടരട്ടെ എന്ന് ഞാനും പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് അൻഷി എടുക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. ദെൻ പവിത്ര 20 പറഞ്ഞു, പവിത്രയും എടുക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് പിന്നെ വിശാൽ എടുക്കുമെന്ന് എനിക്ക് സംശയം ഉണ്ടായിരുന്നു. റാണവിൻ്റെ കാര്യം എനിക്കറിയില്ല, റാണവ് എടുക്കൂല, എടുക്കാൻ ചാൻസ് ഇല്ല. മഞ്ജരി എടുക്കാൻ ചാൻസ് ഉണ്ട്. മഞ്ജരി, വിശാല്, ജെഫ്രി, റയാൻ, പിന്നെ ആരാ? മഞ്ജരി, വിശാല്, ജെഫ്രി, റയാൻ, ഇത്രയും പേരെ എടുക്കുമെന്ന് എനിക്ക് സംശയമുള്ളൂ. വേറെ ആരും എന്തായാലും പണപ്പെട്ടി എടുക്കാൻ പോകുന്നില്ല. അൻഷിത പോലും എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ അൻഷിത പറയാണ്, ആര് പണപ്പെട്ടി എടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല എമൗണ്ട് വന്നിട്ട് എടുക്കാവേ, എല്ലാവരും നല്ലതുപോലെ കിട്ടി, എന്തായാലും ആരെങ്കിലും ഒരാൾ പണപ്പെട്ടി എടുക്കും, അപ്പോൾ നല്ല എമൗണ്ട് വന്നിട്ട് അത് എടുക്കാവും, അത് എല്ലാവരോടും തീരുന്ന സംസാരിക്കും എന്നൊക്കെ പറയുന്നു. അതിനുശേഷമാണ് ഒരാൾക്ക് ഗോ ഐ ബിബോ തുടക്കം മുതലേ ഉള്ളൊരു സ്പോൺസേർഡ് അല്ല, ഓരോ തവണയും ക്യാപ്റ്റൻസി നോമിനേഷനിലെ ആൾക്കാർ വരുമല്ലോ. ക്യാപ്റ്റൻസി നോമിനേഷനിലെ ആൾക്കാർ വരുമ്പം ക്യാപ്റ്റൻസിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മത്സരാർത്ഥികൾക്ക് ഒരു ഗോ ഐ ബിബോ പാസ്പോർട്ട് പോലത്തെ ഒരു സാധനം കൊടുക്കും. അത് വേറെ ഒന്നുമല്ല, ഈ സീസണിൻ്റെ എൻഡ് ആകുമ്പോഴത്തേക്കും ഏറ്റവും കൂടുതൽ തവണ ക്യാപ്റ്റൻസി നോമിനേഷനിൽ വന്നിട്ടുള്ള ആരൊക്കെയാണോ അവർക്ക് എല്ലാവർക്കും കൂടെ ചേർത്തൊരു മത്സരം നടത്തി ഒരാൾക്ക് എന്ത് ചെയ്യും, ഈ ഫ്രീ ഒരു രാജ്യത്തിലേക്ക് സന്ദർശിക്കാനുള്ള ഫ്രീ പാസ് കൊടുക്കുന്ന സാധനമാണ് ഗോ ഐ ബിബോ. അപ്പോൾ തുടക്കം മുതലെയുള്ള വീക്ക് 2 മുതലാണ് ഇത് ആരംഭിച്ചപ്പോൾ വീക്ക് 2 മുതലുള്ള വീക്ക് 2, 3, 4, 5, 6, 7 അത് മുതൽ ഈ 12 വരെയുള്ള എല്ലാ ആഴ്ചകളിലെയും ക്യാപ്റ്റൻസി നോമിനേഷൻ എടുത്തിട്ട് ഏറ്റവും കൂടുതൽ തവണ ക്യാപ്റ്റൻസി നോമിനേഷൻ കിട്ടിയിട്ടുള്ള നിലവിൽ ബിഗ് ബോസ് വീട്ടിൽ നിൽക്കുന്ന കണ്ടസ്റ്റൻസ് ആരൊക്കെയാണ്? മഞ്ജരി, ദീപക്, പവിത്ര, ഇവരെയാണ് ഏറ്റവും കൂടുതൽ തവണ ക്യാപ്റ്റൻസിക്ക് വേണ്ടി എല്ലാവരും നോമിനേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവർക്ക് 3 പേർക്കും കൂടെ ഇടയിൽ ഒരു മത്സരം വെച്ചിട്ട് അതിനകത്ത് ജയിക്കുന്ന ഒരാൾക്ക് ഫ്രീ ആയിട്ട് ഗോ ഐ ബിബോ ഒരു രാജ്യത്തേക്ക് പറക്കാൻ അവസരം കൊടുക്കുന്നുണ്ട്. അപ്പം ടാസ്ക് വേറെ ഒന്നുമല്ല,
ആക്ടിവിറ്റി ഏരിയയിൽ നിറയെ ബലൂൺസ് പെരുക്കി ഇട്ടിട്ടുണ്ട്. ഈ ബലൂൺസ് പൊട്ടിക്കുമ്പോഴത്തേക്ക് ഈ ബലൂൺസിനകത്ത് ഒരു ചിറ്റ് ഒരു തുണ്ട് പേപ്പർ ഉണ്ടാവും. ഈ തുണ്ട് പേപ്പർ ഇങ്ങനെ നൂത്ത് നോക്കണം. ഒരേ ഒരു ബലൂണിൽ മാത്രം ഗോ ഐ ബിബോ എന്ന് എഴുതിയിരിക്കുന്ന ഒരു ചിറ്റ് കാണും, ഒരു പേപ്പർ കാണും. ആ പേപ്പർ ആർക്കാണോ കിട്ടുന്നത് അവർ ക്യാമറയുടെ നേരെ കാണിക്കുക, അവരാണ് വിന്നർ. അവർക്കാണ് ഫ്രീ ആയിട്ട് ഒരു അന്യരാജ്യത്തേക്ക് പോകാനുള്ള ഒരു ഓഫർ കിട്ടുന്നത്. അപ്പോൾ ടാസ്ക് സൂപ്പറാണ്. അത് ഭാഗ്യമാണ് കേട്ടോ, ഭാഗ്യമാണ്. പവിത്രയ്ക്ക് കിട്ടുന്നു ടാസ്ക്. അതിനുശേഷം റൗണ്ട് 1 പവിത്ര ജയിക്കുന്നു. റൗണ്ട് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമ്മൾ ഏണി ബമ്പു ഉള്ള പോലെ ഒരു കട്ട ഡൈസ് ഉണ്ട്. ഈ ഡൈസിന് ഇവർ മുൻപ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാത്തതാണ്, സ്പോൺസേർഡ് ആയതുകൊണ്ട് മുൻപ് എന്ത് ചെയ്യുന്നുണ്ട്, ഇവരുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പോകാൻ ആഗ്രഹമുള്ള സ്ഥലങ്ങൾ ഏതൊക്കെയാണ് എന്ന് തുടക്കം മുതലേ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ദുബായ്, ബാക്കു, ജയ്പൂർ ഇത് മൂന്നുമാണ് ഇവർ പറഞ്ഞു വെച്ചിരുന്നത് ഏറ്റവും കൂടുതൽ പോകാൻ ആഗ്രഹമുള്ള സ്ഥലങ്ങളെന്ന്. അപ്പോൾ ബിഗ് ബോസ് ഇപ്പോൾ ഒരു ഡൈസ് ഗോ ഐ ബി ബോർഡിന് ഒരു ഡൈസ് കൊടുത്തു. അപ്പോൾ ഡൈസിന് 6 വർഷമുണ്ട്, അറിയാലോ, കുലുക്കിയിടുന്ന കട്ട ഡൈസ് ഏണിയും അമ്മനും കുലുക്കിയിടുന്നത്. അപ്പോൾ 6 ഭാഗം ഉണ്ടല്ലോ. അപ്പോൾ ഈ 6 ഭാഗത്തിൽ ഒരിടത്ത് ദുബായ്, ഒന്നിനകത്ത് ബാക്കു, ഒന്നിനകത്ത് ജയ്പൂർ. അപ്പോൾ ഇത്രയും 3 വശങ്ങൾ ഇതാണ്. ഇനി അടുത്ത് 3 ഡൈസ് ഉണ്ടല്ലോ, 1 2 3 ആയെങ്കിൽ 4 5 6 കാലിയാണ്. ഈ 4ലും 5ലും 6ലും ഗോ ഐ ബി ബോർഡ് സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. ഇത് മിസ്റ്ററി സ്റ്റിക്കറാണ്. അപ്പോൾ നമ്മൾ ഈ ഡൈസ് എന്ത് ചെയ്യണം, പവിത്ര ഒരൊറ്റ തവണ ഇതിങ്ങനെ കറക്കിയിടണം. പവിത്ര കറക്കിയിടുമ്പോഴത്തേക്കും ദുബായിയോ ബാക്കുവോ ജയ്പൂരോ ആണോ വരുന്നെങ്കിൽ ആ സ്ഥലത്ത് പവിത്രയ്ക്ക് ഫ്രീ ആയിട്ട് പോവാം. അതേസമയം ഈ ഗോ ഐ ബി ബോർഡ് ഒട്ടിച്ച് വെച്ചിരിക്കുന്ന മിസ്റ്ററി സാധനമാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അതിങ്ങനെ ഇളക്കി നോക്കുമ്പോഴത്തേക്ക് അതിനകത്തൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സ്ഥലം കാണും, അതായിരിക്കും പവിത്രയ്ക്ക് കിട്ടുന്നത്. പവിത്ര കറക്കുന്നു, ഭാഗ്യം പോലെ മിസ്റ്ററി തന്നെയാണ് പവിത്രയ്ക്ക് കിട്ടുന്നത്. വിയറ്റ്നാം, അതെ വിയറ്റ്നാം ആണ് കിട്ടുന്നത് പവിത്രയ്ക്ക്. അങ്ങനെ പവിത്രയ്ക്ക് വിയറ്റ്നാമിലേക്ക് ഫ്രീ ആയിട്ട് പറക്കാം ഗോ ഐ ബിബോ വഴി. മാത്രമല്ല കൂടെ ഫാമിലിയിൽ നിന്ന് ഒരാളെയോ ഫ്രണ്ടിൽ നിന്ന് ഒരാളെയോ ആരെങ്കിലും ഒരാളെയും കൂടി കൂടെ കൊണ്ടുപോകാം. അതാണ് പവിത്രയ്ക്ക് അങ്ങനെ അത് കിട്ടുന്നു. വളരെ ഭയങ്കര ഒരു സൂപ്പർ ഓപ്പർച്യൂണിറ്റിയാണ് കേട്ടോ അത്, ലക്ക് കൊണ്ട് കിട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിപ്പോൾ ആർക്കായാലും. അതിനുശേഷം റയാൻ, മഞ്ജരി, പവിത്ര രാത്രി സംസാരമാണ്. റയാൻ പറയുന്നത് എന്തുകൊണ്ട് നിനക്ക് വിഷ്ണുവിനെ ഇഷ്ടപ്പെട്ടു, കാരണം പറ. അപ്പം സൗന്ദര്യ പറയുന്നത് സിമ്പിളാണ്, അനിമൽസിൻ്റെ അടുത്ത് ഭയങ്കര സ്നേഹമാണ്, കെയർ ആണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതാണ് ഇന്നത്തെ എപ്പിസോഡിലുള്ളത്, ഇത്രയാണുള്ളത്. ഇനി നാളെ നമുക്ക് കണ്ടറിയാം ആരാണ് എവിക്റ്റ് ആകാൻ പോകുന്നതെന്ന്. ഒരു ഐഡിയ ഇല്ല, വെരി കൺഫ്യൂസ്ഡ്. അതൊന്നും പറയാൻ പറ്റത്തില്ല. ജെഫ്രിയോ അൻഷിതയോ ഒക്കെ ആയിരിക്കാം എന്നാണ് തോന്നുന്നത്, ഒന്നും പറയാൻ പറ്റത്തില്ല, നമുക്ക് നോക്കാം. ഡബിൾ ആയിരിക്കും, ഇനിയും ഡബിൾ നടത്തിയില്ല എന്നുണ്ടെങ്കിൽ പണി പാളും. കാരണം 12 പേര് വീട്ടിനകത്തുണ്ട്. ഈ 12-ൽ ഇനിയും ഡബിൾ നടന്നില്ല എന്നുണ്ടെങ്കിൽ പണി കിട്ടും. ഓക്കെ, അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരാം, വിശേഷമായിട്ട് വരാം, നാളത്തെ അപ്ഡേറ്റ് ആയിട്ട് വരാം. എവിക്ഷൻ ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ ഉറപ്പായിട്ട് വിടുന്നതായിരിക്കും. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേവർക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.